10 ലക്ഷം രൂപ കൈ പിടിച്ചിട്ട് ഒരു ആയുർവേദ ഷോപ്പും ഡോക്ടറും ക്ലിനിക്കും ഒക്കെ ഇട്ടിട്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പൈസ ഡോക്ടറും കാതും വേണ്ടി എന്നുള്ള അവസരത്തിൽ നിന്ന് ഒരു ചെറിയൊരു കുരു കഴുത്തിൽ വന്നതാണ്. ആ കുരു വന്നപ്പോ ആ കുരു വന്നിട്ട് പിറ്റേ ദിവസം ഹെൽത്ത് സെന്ററിൽ പഠിപ്പിക്കാൻ വെച്ചു. പൊക്കോളൂ, അത് കൊറോണ സമയത്ത് കഴിഞ്ഞ സമയമാണ്, അതിനടുത്ത് നോക്കില്ല. അത് പഴുത്ത് പിറ്റത് ബോളായിരുന്നു, ഒരു ബോള് മുഖത്ത്. ആ ബോള് വന്നിട്ട് എന്റെ മകനെ നടത്തിയപ്പോൾ പാത്രം നിറച്ച് പസ്താണ് വന്നത്. ഹോസ്പിറ്റലിൽ പോയപ്പോ ഹോസ്പിറ്റലിൽ പറഞ്ഞു 3 കാര്യങ്ങളാവും. ഒന്ന്, മരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമനാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരലൈസ് ആവും. ഈ 3 കാര്യത്തിലെ ഏതാണ്ട് അവർ ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോകണം. ഞങ്ങൾ അത് അവസാനം നല്ല റെക്കമെൻഡൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും മരിക്കാനാണെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ 100% മരിക്കും. എന്തെങ്കിലും ചാൻസ് പാരലൈസേഷൻ കിട്ടാൻ സാധ്യത വെച്ചാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഡാക്ടർ സാർ കാണിച്ചു. 1.5 കൊല്ലം തമന്ന് കിടന്നത്. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനിയില്ല. ഒരു ദിവസം രാത്രി വേദന സഹിക്കാൻ വയ്യാണ്ട് തല മുകളിൽ നിന്ന് കെട്ടിടത്തിന് മുകളിൽ ചാടിയാണെന്ന് ഒരാലോചിച്ചു. അത്രയും ഭയങ്കര വേദനയാണ്. ആ സമയത്താണ് സുഹൃത്താണ് നമുക്ക് ഈ തുടക്കം വരുന്നത്. 5 വർഷമാണ് ഡോക്ടർ പറഞ്ഞത്. 5 വർഷം ഫിസിയോതെറാപ്പിയിൽ കൈ കൊണ്ടു. ഇങ്ങനെ ഒന്ന് ഇറക്കിയെടുത്ത് കൈകെടുത്ത് ഇറക്കി. ഒരു മൊബൈൽ എടുക്കാൻ പറ്റില്ല എനിക്ക്. ഇന്ന് സമയമില്ല അല്ല ഞാൻ വിളിച്ചു വരുമ്പോ ഇദ്ദേഹം ആ വണ്ടിയിൽ ട്രെയിനിറങ്ങിയിട്ട് ഒരു 100 പീരീഡ് പുറത്തും 200 പീരീഡ് നടന്നോ 7 നടന്നോ 5, 6 4000 പുറത്തും 2 കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ തോന്നുന്നത്. അതായത് മൊബൈലിൽ പോലും പിടിക്കാൻ പറ്റുന്ന അവസരത്തിന് സുൽത്താൻ പുറത്ത് നമ്മൾ ഉപയോഗിച്ച് 1.5 മാസം കൈകൾ കിട്ടി. എന്റെ കൈകൾ നിന്നു 3 മാസം ആകുമ്പോഴേക്കും എന്റെ കൈ പൊന്തി. എനിക്ക് എന്താ പറയാ, ജീവിതം പൈസ നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, മരിച്ച അവസ്ഥ നമ്മൾ കണ്ടെത്താൻ പോലെയായി. അതിൽ നിന്ന് ജീവൻ തിരിച്ചു തന്ന ഒരു കമ്പനിയാണ് ഈ വരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, ആശ്വാസം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് എവിടെയും പോകില്ല. ഇത് ആശ്വാസം കിട്ടിയപ്പോ നമുക്ക് വിശ്വാസമായി. നമ്മൾ ആ വിശ്വാസം വെച്ചുകൊണ്ട് നമ്മുടെ സർവീസ് സാറിനോടും അവിടെ ഡോക്ടർ സാറിനോടും